CPM നേതാവ് കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ലാലി വിൻസെന്റിനെ ന്യായീകരിച്ച VD സതീശൻ അടക്കം രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസിൽ ലാലി വിൻസെന്റിന്റെ പങ്ക് എന്തെന്ന് ഹൈക്കോടതിയും ആരാഞ്ഞിരുന്നു. ഇപ്പോഴീ നടക്കുന്ന റെയ്ഡിലൂടെ വ്യക്തമാകുന്നത് ഈ ലാലി വിൻസെന്റിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നത് തന്നെയല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് നടത്തിയ ഫലപ്രദമായ അന്വേഷണത്തിലാണ് കേരളത്തിലെ നിരവധി ആളുകളെ കബളിപ്പിച്ച ഈ തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP ആണ് പ്രാഥമികമായി തുറന്നു കാട്ടുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗും അവരുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നത് കണ്ടെത്തി കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള നിരവധിയായ സ്വയം സംഘങ്ങളിൽ അല്ലെങ്കിൽ NGOകളിൽ CSR ഫണ്ട് ലഭിക്കും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് AN രാധാകൃഷ്ണൻ, പ്രമീള ദേവിയും മുൻകൈ എടുത്തുകൊണ്ട് വിവിധ തലങ്ങളിൽ സ്കൂട്ടർ വിതരണം സംഘടിപ്പിച്ചത്. അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ CSR ഫണ്ട് ലഭിച്ചോ ഇല്ലയോ തുടങ്ങിയ പരിശോധനയ്ക്ക് പ്രാഥമികമായി അധികാരമുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും EDക്കുമാണ്. പക്ഷെ ഇത്തരം ഘട്ടങ്ങളിലൊന്നും അന്വേഷണം അവിടേക്ക് പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ആ വഴിക്ക് അന്വേഷണം നടക്കുന്നില്ല. AN രാധാകൃഷ്ണനെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് റെയ്ഡാണ് ED നടത്തുന്നത്? BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈകാര്യം ചെയ്തൊരു കാര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി എന്ത് റെയ്ഡാണ് നമ്മുടെ നാട്ടിൽ നടത്താനിടയുള്ളത്? ലാലി വിൻസെന്റ് ഇതിന്റെ വക്കാലത്തുകാരിയാണ്. അതുമായി ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിൽ കണക്കിൽ കവിഞ്ഞ പണം വന്നിട്ടുണ്ട്, പണം വന്ന് കൂടിയിട്ടുണ്ട്, കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ലീഗ് നേതാക്കന്മാരും അതിന്റെ ഭാഗമായി നേരിട്ട് പണം സ്വീകരിച്ച് അവരുടേതായ നിലയ്ക്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇത് ഇടതുപക്ഷത്തിന് നേരെ തിരിച്ചുവിടാൻ കള്ളക്കഥ ജപിക്കുന്നു നമ്മൾ കണ്ടു. ഇടുക്കിയിലെ CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ 25 ലക്ഷം രൂപ വന്നു എന്നൊരു കെട്ടുകഥ, ഒരു ബാങ്കിൽ പണം വന്ന് വീണു എന്നൊരു മൊഴി മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ചു. അവസാനം ബാങ്കുകാർ തന്നെ പറഞ്ഞു, ജില്ലാ സെക്രട്ടറിക്ക് എന്നല്ല CPMന് ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടില്ല, പണവും വന്നിട്ടില്ല. പക്ഷെ അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ മുക്കുകയാണ്. ഇവിടെ ED കേരളത്തിനകത്ത് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം റെയ്ഡ് ചെയ്യേണ്ടത് AN രാധാകൃഷ്ണനെയാണ്, പ്രമീള ദേവിയാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ട് ED റെയ്ഡ് നടത്തുകയും അതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഇപ്പോ വസ്തുതകൾ പുറത്തു വരാതിരിക്കാനും ഇടപെടാം, അങ്ങനെയും സംശയിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? കേരളത്തിൽ ഫലപ്രദമായി പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ പോലീസുമായി സഹകരിച്ച് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പോലീസ് EDക്ക് ചുമതലയും അവകാശവുമുണ്ട്. പക്ഷെ കേരളത്തിലെ ചരിത്രം എന്താണ്? BJP പ്രസ്ഥാനത്ത് വരുന്ന ഒരു കാര്യത്തിനകത്ത് ED കേരള പോലീസുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് കൊടകരയിൽ കണ്ടത്. അതുകൊണ്ട് കേരള പോലീസുമായി സമഗ്രമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ED തയ്യാറാണെങ്കിൽ എല്ലാ തരത്തിലും ഈ കുറ്റവാളികളെ എല്ലാ തരത്തിലും പിടികൂടാനാകും. BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ ഒഴിച്ചുമാറ്റി നിർത്തിക്കൊണ്ട് ഏത് പരിശോധനയ്ക്കും ED തയ്യാറാകുന്നത് രാഷ്ട്രീയമായി അവർക്ക് വേണ്ടിയുള്ള വിടുപണിയാണ്. അതുകൊണ്ട് ലാലി വിൻസെന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പങ്കും പുറത്തു വരേണ്ടതുണ്ട്. പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. EDയുടെ യാത്ര എന്ന് പറയുന്നത് പക്ഷപാതപരമാണ് എന്ന് ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ ഈ നിമിഷം പ്രതികരിച്ചതിന്.